വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് PSCയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. പ്രധാനപ്പെട്ട ലോക സംഘടനകളും അതിൻ്റെ സ്ഥാപിക്കപ്പെട്ട വർഷം, ആസ്ഥാനം എന്നിവ PSC പരീക്ഷയിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അതാണ്. ക്ലാസ്സിലേക്ക് പോവാം. ഐക്യരാഷ്ട്ര സംഘടന UNO ഇത് സ്ഥാപിക്കപ്പെട്ട വർഷം 1945 ഒക്ടോബർ 24 UN ദിനമാണ് ഒക്ടോബർ 24. അപ്പോൾ ആ വർഷം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. 1945 ആണ്. ഒക്ടോബർ 24 യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ അഥവാ ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിച്ചത്. അതിൻ്റെ ആസ്ഥാനമാണ് മാൻഹട്ടൻ, ന്യൂയോർക്ക്. മാൻഹട്ടൻ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. അടുത്ത ഒരു സംഘടനയാണ് യുനെസ്കോ. യുനെസ്കോ സ്ഥാപിതമായത് 1945 തന്നെയാണ് വർഷം. നവംബർ 16 ആണ് ഡേറ്റ്. അപ്പോൾ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് അറിഞ്ഞു വയ്ക്കുക. 1945 നവംബർ 16 യുനെസ്കോ സ്ഥാപിതമായത്. ആസ്ഥാനം പാരീസ്, ഫ്രാൻസ് ആണ്. പാരീസിലാണ് യുനെസ്കോ. UNO മാൻഹട്ടൻ, യുനെസ്കോ പാരീസ്. അപ്പോൾ പാരീസ് അങ്ങനെ കണക്ട് ചെയ്യാം. യുണിസെഫ് 1946 ആണ്. ഡിസംബർ 11 സ്ഥാപിതമായത്. ഡേറ്റ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണ്ട, എന്നാലും ഈ UN ഡേറ്റ് വേണം, കാരണം അത് UN ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് ഒക്ടോബർ 24. അതുകൊണ്ട് തന്നെ ആ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംഘടനകളുടെ വർഷങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. യുണിസെഫ് 1946 ആണ്. ഡിസംബർ 11 ന്യൂയോർക്കാണ് ആസ്ഥാനം. യുണിസെഫ് ന്യൂയോർക്കാണ് യുണിസെഫ്. ലോക ബാങ്കിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ DC ആണ്. 1944 അത് സ്ഥാപിച്ചത്. പ്രവർത്തനം തുടങ്ങിയത് 1945 ഡിസംബർ 27 അപ്പോൾ ലോക ബാങ്ക് 1944 വന്നിട്ട് പ്രവർത്തനം തുടങ്ങിയത് 45 വാഷിങ്ടൺ DC ആണ് ആസ്ഥാനം. ലോക ആരോഗ്യ സംഘടന 48 ഏപ്രിൽ 7 1948 ഏപ്രിൽ 7 ജനീവയാണ്. ജനീവ. അപ്പോൾ നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ആരോഗ്യം വേണം. അപ്പോൾ ജനീവയാണ് ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എന്ന് ഓർക്കുക. ലോക വ്യാപാര സംഘടന 1995 ആണ് ജനുവരി 1. ഈ ഒരു ഡേറ്റും വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1 ആണ് അതിൻ്റെ ഡേറ്റ്. ജനീവ, സ്വിറ്റ്സർലൻഡ്. അപ്പോൾ നമുക്ക് ജീവിക്കണമെങ്കിൽ എന്താണ്? വ്യാപാരം ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുക. ജനീവയിൽ ഏതൊക്കെയാണ്? ലോക ആരോഗ്യ സംഘടനയുണ്ട്, ലോക വ്യാപാര സംഘടനയുണ്ട്. വാഷിങ്ടൺ DCയിലാണ് ലോക ബാങ്ക്. ലോക ബാങ്ക് എവിടെയാണ്? ടൗണിലൊക്കെ ആയിരിക്കൂലേ ലോക ബാങ്ക്. ബാങ്കുകൾ ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെ ആയിരിക്കും? ടൗണിലായിരിക്കും എന്ന് ഓർക്കുക. അപ്പോൾ അങ്ങനെ വാഷിങ്ടൺ DC ലോക ബാങ്ക്. വർഷം 1944. പ്രവർത്തനം ആരംഭിച്ചത് 45 ന്യൂയോർക്കിലാണ് യുണിസെഫ് ന്യൂയോർക്ക്. പാരീസ് യുനെസ്കോ 1945 മാൻഹട്ടണിൽ എന്തായിരുന്നു? UNO ഐക്യരാഷ്ട്ര സംഘടന 1945 ഒക്ടോബർ 24 അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോവാം. അടുത്തതാണ് അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന ILO ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അത് വന്നത് 1990 തന്നെയാണ് വന്നത്. ഏപ്രിൽ 11 1919 ഏപ്രിൽ 11 ILO വന്നത്. അത് ജനീവയിലാണ്. അപ്പം നമ്മൾ കണക്ട് ചെയ്ത് വെക്കുക. ജീവിക്കാൻ എന്തൊക്കെ വേണം? ആരോഗ്യം വേണം, തൊഴിൽ വേണം, വ്യാപാരം വേണം. ഇതെല്ലാം ജനീവയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. അത് 3 അങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അപ്പോൾ അതിൻ്റെ വർഷം വ്യത്യസ്തമാണ്. 1990 ഇത് വന്നിട്ടുള്ളത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി 1957 ജൂലൈ 29 ഇത് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. വിയന്ന, ഓസ്ട്രിയയിലാണ്. ആണവോർജം അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസിയാണ്. 1957 ജൂലൈ 29 വിയന്ന, ഓസ്ട്രിയ. ആണവോർജം വിയന്ന. വേൾഡ് എക്കണോമിക് ഫോറം അഥവാ ലോക സാമ്പത്തിക ഫോറം 1971 ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ആസ്ഥാനമാണ് കൊളോണി, ജർമ്മനിയിലാണ് സാമ്പത്തിക ഫോറത്തിൻ്റെ ആസ്ഥാനം. 1971 അത് സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് ഓർക്കാം. നാറ്റോ ഈയിടയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. നാറ്റോ 1949 ഏപ്രിൽ 4 1949 ഏപ്രിൽ 4 അത് വന്നത്. ബ്രസൽസ് ബെൽജിയമാണ് ആസ്ഥാനം. ബ്രസൽസ് ബെൽജിയം. നാറ്റോ. ഓക്കെ.
അടുത്തത് ഇൻ്റർപോൾ 1923 സെപ്റ്റംബർ 7 വന്നു. ലിയോൺസ് ഫ്രാൻസ് ആണ് ആസ്ഥാനം. ഇൻ്റർപോളിൻ്റെ ആസ്ഥാനം ലിയോൺസ് ആണ്. ഇൻ്റർപോൾ ലിയോൺസ്. അപ്പോൾ ഒന്നുകൂടെ യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനവും ബ്രസൽസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ബ്രസൽസ് ആണ്. 1993 നവംബർ 1 അത് വന്നത്. ആസ്ഥാനം ബ്രസൽസ് ആണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നോക്കാം. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന 1919 ഏപ്രിൽ 11 വന്നു. ജനീവ സ്വിറ്റ്സർലൻഡാണ് ആസ്ഥാനം. ആണവോർജ്ജ ഏജൻസി 57 ജൂലൈ 29. വിയന്ന ഓസ്ട്രേലിയ. ലോക സാമ്പത്തിക ഫോറം 1971 കൊളോണി ജർമ്മനി. നാറ്റോ 1949 ഏപ്രിൽ 4 ബ്രസൽസ് ബെൽജിയം. ഇൻ്റർപോൾ 1923 സെപ്റ്റംബർ 7 ലിയോൺസ് ഫ്രാൻസ്. യൂറോപ്യൻ യൂണിയൻ 1993 നവംബർ 1 ബ്രസൽസ് ബെൽജിയം. അടുത്ത സെറ്റാണ് ആഫ്രിക്കൻ യൂണിയൻ. ആഫ്രിക്കൻ യൂണിയൻ 2001 മെയ് 26 സ്ഥാപിക്കപ്പെട്ടത്. അതിൻ്റെ ആസ്ഥാനം ആഡിസ് അബാബെ എത്തിയോപ്യയിലാണ്. അപ്പോൾ ആഫ്രിക്കൻ യൂണിയൻ്റെ ആസ്ഥാനമാണ് ആഡിസ് അബാബ എത്തിയോപ്യയിലുള്ള സ്ഥലമാണത്. 2001 മെയ് 26 ഇത് ഫോം ചെയ്തത്. അറബ് ലീഗ് 1945 മാർച്ച് 22 കെയ്റോ ഈജിപ്താണ് ആസ്ഥാനം. അറബ് ലീഗ് 1945 മാർച്ച് 22 കെയ്റോ ഈജിപ്താണ് ആസ്ഥാനം. ആസിയാൻ 1967 ഓഗസ്റ്റ് 8 ഇത് ഫോം ചെയ്തത്. ജക്കാർത്ത ഇന്തോനേഷ്യയാണ് അതിൻ്റെ ആസ്ഥാനം. ജക്കാർത്ത ആസിയാൻ. സാർക്ക് 1985 ഡിസംബർ 8 കാഠ്മണ്ഡു നേപ്പാളിലാണ് ആസ്ഥാനം. 1985 സാർക്ക് വന്നത്. ആസ്ഥാനമാണ് കാഠ്മണ്ഡു നേപ്പാൾ. ഒപ്പെക്കിൻ്റെ ആസ്ഥാനം ചോദിക്കാറുണ്ട്. വിയന്ന ഓസ്ട്രിയയാണ്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ആസ്ഥാനവും വിയന്നയിൽ തന്നെയായിരുന്നു. ഒപ്പെക്കിൻ്റെ വർഷം 1960 സെപ്റ്റംബർ 14. റെഡ് ക്രോസ് 1863 1863 ഒക്ടോബർ 29 വന്നത്. ജനീവയിലാണ് ആസ്ഥാനം. അപ്പം ജനീവ ആസ്ഥാനമായിട്ടുള്ളതാണ്. തൊഴിലാളി സംഘടന പറഞ്ഞു, ആരോഗ്യം പറഞ്ഞു, അതുപോലെ തന്നെ വ്യാപാരത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ റെഡ് ക്രോസ്. അപ്പോൾ റെഡ് ക്രോസ് റിലേറ്റഡ് ടു ഹെൽത്ത് ആണല്ലേ. അപ്പം നമുക്ക് ജീവൻ, ജനീവ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ 1863 റെഡ് ക്രോസ്. ജനീവയാണ് ആസ്ഥാനം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ആഫ്രിക്കൻ യൂണിയൻ്റെ ആസ്ഥാനം ആഡിസ് അബാബയാണ്. 2001 വന്നത്. അറബ് ലീഗ് കെയ്റോ 45. അതുപോലെ ആസിയാൻ 67 ജക്കാർത്ത. സാർക്ക് 85 കാഠ്മണ്ഡു. ഒപ്പെക് 60 വിയന്ന. റെഡ് ക്രോസ് 863 ജനീവ സ്വിറ്റ്സർലൻഡ്. അടുത്ത സെറ്റിലേക്ക് പോവാം. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനമാണ് ലണ്ടൻ. UK ആസ്ഥാനം. 1961 ജൂലൈ 22 സ്ഥാപിതമായി. അപ്പോൾ 61 ആംനസ്റ്റി ഇൻ്റർനാഷണൽ എങ്കിൽ 61 തന്നെ ഇവിടെ വേറൊരെണ്ണം കൊടുത്തിട്ടുണ്ട്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ WWF 61 തന്നെയാണ്. ഏപ്രിൽ 29 ഗ്ലാൻ സ്വിറ്റ്സർലൻഡാണ് അതിൻ്റെ ആസ്ഥാനം. അപ്പോൾ 61 തന്നെയാണ് എന്തൊക്കെ ആംനസ്റ്റി ഇൻ്റർനാഷണലും വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറും. ഗ്രീൻ പീസ് എപ്പോഴും ചോദിക്കാറുണ്ട്. 1971 സെപ്റ്റംബർ 15 വന്നു. ആംസ്റ്റർഡാമാണ് ആസ്ഥാനം. ഗ്രീൻ പീസ് എവിടെയാണ്? ആംസ്റ്റർഡാം. 1971 വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ നമ്മൾ പറഞ്ഞു 61 ഗ്ലാൻ സ്വിറ്റ്സർലൻഡാണ്. IUCN ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ 48 ഒക്ടോബർ 5 ഗ്ലാൻ സ്വിറ്റ്സർലൻഡ്. അപ്പോൾ IUCN വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറും ഗ്ലാൻ സ്വിറ്റ്സർലൻഡാണ്. IUPAC ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ഇതിൻ്റെ എക്സ്പാൻഷനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. 1919 സൂറിച്ച് സ്വിറ്റ്സർലൻഡാണ്. ഇത് കെമിസ്ട്രി പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കാറുണ്ട്. എന്താണ് ഈ മൂലകങ്ങൾക്ക് പേര് നൽകുന്നത് ഈ ഒരു ഏജൻസിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. IUPAC 1919 സൂറിച്ച് സ്വിറ്റ്സർലൻഡാണ് ആസ്ഥാനം. ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി IOC 1894 ജൂൺ 23 വന്നു. ലുനെയിൻ സ്വിറ്റ്സർലൻഡിലാണ് ആസ്ഥാനം. ലുനെയിൻ സ്വിറ്റ്സർലൻഡിലാണ് IOCയുടെ ആസ്ഥാനം. ഫിഫ 1904 മെയ് 27 വന്നത്. സ്യൂറിച്ച് തന്നെയാണ് ആസ്ഥാനം. ഫിഫയുടെ ആസ്ഥാനം സ്യൂറിച്ചാണ്. 1904 1904 വന്നത്. മെയ് 27 വന്നത്. ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ICC 1909 വന്നു. ദുബായാണ് ആസ്ഥാനം. ഇൻ്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ 1913 വന്നു. ലണ്ടനാണ് ആസ്ഥാനം. ഇപ്പോൾ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ കൂടി ഇതിൻ്റെ ആസ്ഥാനങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കാം. ആംനസ്റ്റി ഇൻ്റർനാഷണലും വേൾഡ് വൈഡ് ഫ്രണ്ട് ഫോർ നേച്ചറും എന്നാണ് 1961 വന്നു. ആംനസ്റ്റിയുടെ ആസ്ഥാനം ലണ്ടനാണ്. വേൾഡ് വൈഡ് ഫ്രണ്ടിൻ്റെ ആസ്ഥാനം ഏതാണ്? ഗ്ലാൻഡാണ്. ഗ്രീൻ പീസ് ആംസ്റ്റർഡാം 1971 IUCN ഗ്ലാൻ സ്വിറ്റ്സർലൻഡാണ്. 48 ഒക്ടോബർ 5 വന്നു.
IUPAC 1990 സ്യൂറിച്ചാണ്. ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സ്വിറ്റ്സർലൻഡിലാണ്. 1894 വന്നത്. ഫിഫ സൂറിച്ച് തന്നെയാണ്. ICC 1909 വന്നു. ദുബായാണ് ആസ്ഥാനം. ഇൻ്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ്റെ ആസ്ഥാനം ലണ്ടനാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളിത് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കാം. അടുത്തൊരു യൂസ്ഫുൾ ക്ലാസ്സുമായിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്താരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.